ഹലോ സ്റ്റുഡൻസ്, ഞാൻ ഇന്ന് നമ്മുടെ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇറിഗേഷൻ ആ ഒരു പോർഷനില്ലേ അവിടെ നിന്ന് ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ കണ്ട കുറച്ച് പ്രോബ്ലംസ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കണ്ടാൽ അറിയാം. നമ്മൾ സാധാ പഠിച്ചോട്ട് പോകുന്ന പ്രോബ്ലംസ് അല്ലാതെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നൊക്കെ പ്രോബ്ലംസ് അവർ ചോദിച്ചിട്ടുണ്ട് 8 മാർക്കും 10 മാർക്കിനൊക്കെ. അപ്പം നമുക്ക് അത് നോക്കാം. ഓക്കെ, അപ്പം പുൻബ്യാൻ ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അല്ലാതെ ടെസ്റ്റൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതൊക്കെ അത് നോക്കുക. ഓക്കെ, പഠിപ്പിച്ച ഇക്വേഷൻ്റെ പ്രോബ്ലം മാത്രമേ നോക്കത്തുള്ളൂ എന്നൊന്നും വാശി പിടിക്കണ്ട. നിങ്ങൾ എല്ലാ പ്രോബ്ലംസും നോക്കിയിട്ട് അങ്ങ് പോവുക. പറ്റുന്ന അത്രയും പ്രോബ്ലംസ് നോക്കുക. ഓക്കെ, സിമ്പിൾ ആയിരിക്കും. ഒന്ന് നോക്കിയാൽ ചിലപ്പോൾ നമുക്കത് മനസ്സിലിരിക്കാവുന്ന പ്രോബ്ലംസേ ഉള്ളൂ, അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ആയിരിക്കും. ഓക്കെ, അപ്പം ഞാൻ ഇനി ഡിസ്കസ് ചെയ്യുന്നതൊക്കെ സത്യം പറഞ്ഞാൽ നമ്മുടെ സിലബസിൽ എടുത്ത് പറയുന്നതൊന്നും ഇല്ല. എന്നാലും നമുക്ക് നോക്കി അങ്ങ് പോവാം. വലിയ ബുദ്ധിമുട്ടുള്ള പ്രോബ്ലംസ് ഒന്നും അല്ല. 1-2 ചെറിയ കുഞ്ഞ് ഇക്വേഷൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിലെ ഓക്കെ, അപ്പം ഓക്കെ, ദ സലാനിറ്റി കോൺസെൻട്രേഷൻ ഓഫ് സോയിൽ സൊല്യൂഷൻ ക്യാൻ ബി ഡിറ്റർമൈൻഡ് ഫ്രം ദി ഫോളോയിങ് ഫോർമുല. ഓക്കെ, അപ്പം നമ്മൾ ഇറിഗേഷനിൽ വാട്ടർ കൊടുക്കുമല്ലോ, ഇറിഗേഷൻ വാട്ടറൊക്കെ സോയിലിൽ അപ്ലൈ ചെയ്യുമല്ലോ. ഓക്കെ, അപ്പം അങ്ങനെ അപ്ലൈ ചെയ്ത സോയിൽ അങ്ങനെ അതിനൊരു സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് സലാനിറ്റി കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോയിൽ സൊല്യൂഷൻ്റെതായാണ് CS എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇക്വേഷൻ നോക്കിയാൽ CQ/Q മൈനസ് CU മൈനസ് P ഇഫക്റ്റീവ്. ഓക്കെ, അപ്പോൾ അതിൽ C എന്ന് പറയുന്നത് ഇറിഗേഷൻ വാട്ടറിലെ സോൾട്ടിൻ്റെ കോൺസെൻട്രേഷൻ, Q എന്ന് പറയുന്നത് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ അപ്ലൈഡ്, CU എന്ന് പറയുന്നത് കൺസെപ്റ്റീവ് യൂസ് ഓഫ് വാട്ടർ. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ച ടേംസ് ആണ്. P എഫക്റ്റീവ് എന്ന് പറയുന്നത് യൂസ്ഫുൾ റെയിൻഫോളും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. അതാണ് സലൈനിറ്റി കോൺസെൻട്രേഷൻ ഓഫ് സോയിൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പം ഇതിൻ്റെ ബേസിസിൽ, ഈ സോൾട്ട് കോൺസെൻട്രേഷൻ്റെ ബേസിസിൽ നമുക്ക് ഇറിഗേഷൻ വാട്ടറിനെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ലോ കണ്ടക്ടിവിറ്റി വാട്ടർ, അതിന് C1 എന്ന്, മീഡിയം കണ്ടക്ടിവിറ്റി വാട്ടർ C2, ഹൈ കണ്ടക്ടിവിറ്റി വാട്ടർ C3 ആൻഡ് വെരി ഹൈ കണ്ടക്ടിവിറ്റി വാട്ടർ C4. ഓക്കെ, അപ്പം അതിൻ്റെ ഓരോ ക്ലാസിഫിക്കേഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പം C1 എന്ന് പറയുമ്പോൾ അവിടെ കണ്ടക്ടിവിറ്റിയുടെ വാല്യൂ 100ൻ്റെയും 250 മൈക്രോ MHO സെക്കൻഡ് പെർ സെൻറ്റിമീറ്റർ. ആ ഒരു വാല്യൂവിന് ഇടയ്ക്കാണെങ്കിലാണ് അതിനെ C1 അല്ലെങ്കിൽ ലോ സലനിറ്റി വാട്ടർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി വാട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടക്ടിവിറ്റിയും സലനിറ്റിയും ഒരേപോലെ പറയാം. ഓക്കെ, അതുപോലെ തന്നെ C2 അല്ലെങ്കിൽ മീഡിയം സലനിറ്റി വാട്ടർ എന്ന് പറയുമ്പോൾ 250യുടെയും 270യുടെ ഇടയ്ക്കാണെങ്കിൽ. ഓക്കെ, ഇനി അപ്പുറത്തെ കോളം എന്ന് പറയുന്നത് ഈ ഓരോ വാട്ടർ C1 എന്ന വാട്ടർ ഇറിഗേഷനിൽ എന്ത് വർക്കിന് സ്യൂട്ടബിൾ ആണ് എന്നുള്ളത് പറയുവാണ്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഓക്കെ, ഇത് സലാനിറ്റിയുടെ ബേസിസ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ് ഇറിഗേഷൻ വാട്ടറിൻ്റെ. ഇനി അടുത്തത്, ഇറിഗേഷൻ വാട്ടറിനെ നമുക്ക് സോഡിയം കോൺസെൻട്രേഷൻ്റെ ബേസിസിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അതൊരു ഫാക്ടറിൻ്റെ ബേസിസ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ആ ഫാക്ടറിനെ നമ്മൾ സോഡിയം അബ്സോർപ്ഷൻ റേഷ്യോ അല്ലെങ്കിൽ SAR എന്നാണ് പറയുന്നത്. അതിൻ്റെ ഇക്വേഷനാണ് കൊടുത്തിരിക്കുന്നത്. Na+ ആ ഒരു കോൺസെൻട്രേഷൻ്റെ വാല്യൂ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് കാൽഷ്യത്തിൻ്റെ കോൺസെൻട്രേഷൻ പ്ലസ് മാഗ്നീഷ്യത്തിൻ്റെ കോൺസെൻട്രേഷൻ ഡിവൈഡ് ബൈ 2. ഓക്കെ, ഈ ഇക്വേഷനെയാണ് നമ്മൾ SAR എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസിസിൽ നമുക്ക് ഇറിഗേഷൻ വാട്ടറിനെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ലോ സോഡിയം വാട്ടർ അതിനെ S1, മീഡിയം സോഡിയം വാട്ടർ, ഹൈ സോഡിയം വാട്ടർ ആൻഡ് വെരി ഹൈ സോഡിയം വാട്ടർ അതിനെ അങ്ങനെ S1, S2, S3, S4 എന്ന് പറഞ്ഞിട്ട്. ഇനി ഓരോന്നിൻ്റെയും സ്യൂട്ടബിലിറ്റിയാണ് അപ്പുറത്തെ കോളത്തിൽ ടേബിൾ 3.2 നോക്കിയേ, അതിൻ്റെ ഓരോരുത്തരും സ്യൂട്ടബിലിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം S1 അല്ലെങ്കിൽ ലോ സോഡിയം എന്ന് പറയുന്നത് ആ SARൻ്റെ ഇക്വേഷനില്ല, അത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ 0യുടെയും 10ൻ്റെ ഇടയ്ക്കാണെങ്കിൽ അത് S1, 10ൻ്റെയും 18ൻ്റെ ഇടയ്ക്കാണെങ്കിൽ S2, അങ്ങനെ. ഓക്കെ, അതിൻ്റെ അപ്പുറത്തെ കോളം അതിൻ്റെ ഓരോരുത്തരും സ്യൂട്ടബിലിറ്റിയാണ് പറയുന്നത്. യൂസ് ചെയ്യാൻ പറ്റുന്ന ഏത് ടൈപ്പ് ഓഫ് സോയിലാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ, ഫൈൻ ഗ്രെയിൻ ആണോ കോഴ്സ് ഗ്രെയിൻ ആണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. ആൻഡ് ഇറിഗേഷൻ വാട്ടർ ഹാസ് ദി ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, അപ്പോൾ ഇറിഗേഷൻ വാട്ടറിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. ഒന്ന്, Na+ൻ്റെ കോൺസെൻട്രേഷൻ 24 മില്ലി ഇക്വലന്റ് പെർ ലിറ്റർ എന്നുള്ളത്, അങ്ങനെ ഒരു ഇക്വേഷൻ വാല്യൂ ആണ് തന്നിരിക്കുന്നത്. പിന്നെ Ca2+ൻ്റെ കോൺസെൻട്രേഷൻ, മാഗ്നീഷ്യത്തിൻ്റെ കോൺസെൻട്രേഷനൊക്കെ തന്നിട്ടുണ്ട്. ഇനി ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, അത് നമുക്ക് EC എന്ന് പറയാം. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയുടെ വാല്യൂ 180 മൈക്രോ MHO സെക്കൻഡ് അറ്റ് 25 ഡിഗ്രി സെൽഷ്യസ്, ആ ഒരു വാല്യൂ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ഒന്ന്, എബോവ് ഇറിഗേഷൻ വാട്ടറിനെ എന്ന് വെച്ചാൽ ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഇറിഗേഷൻ വാട്ടറിനെ ക്ലാസിഫൈ ചെയ്യുക, ഏത് കാറ്റഗറിയിൽ വരും എന്നുള്ളത്.
പിന്നെ എക്സ്പ്ലെയിൻ ദി പ്രോബ്ലംസ് ദാറ്റ് മേ അറൈസ് ഡ്യൂ ടു യൂസ് ഓഫ് സച്ച് വാട്ടർ ഇൻ ഫൈൻ ടെക്സ്റ്റേർഡ് സോയിൽ. ഫൈൻ ടെക്സ്റ്റേർഡ് സോയിൽ യൂസ് ചെയ്താൽ, ഈ പറഞ്ഞ വെള്ളം യൂസ് ചെയ്താൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് പറയുക. പിന്നെ സജസ്റ്റ് ദി റെമഡിയൽ മെഷേഴ്സ് ടു റെഡ്യൂസ് ദീസ് പ്രോബ്ലംസ്. ഇപ്പോൾ പറയാൻ പോകുന്ന പ്രോബ്ലംസിനെ എങ്ങനെ നമുക്ക് റെമഡീസ് എന്തൊക്കെ പറയാൻ പറ്റും അത് സജസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യം എന്തെടുക്കണം, SARന്റെ ഇക്വേഷൻ ഇല്ലേ, കാര്യം ക്വസ്റ്റിനകത്ത് Na+ന്റെയും Ca2+ന്റെ ഒക്കെ വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പം എന്താണ്, ആ ഇക്വേഷൻ യൂസ് ചെയ്യണം, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കണം. അപ്പോൾ SARന്റെ ഇക്വേഷൻ എഴുതുക. അതിൽ Na+ന്റെ വാല്യൂ 24 എന്നും Ca2+ന്റെ വാല്യൂ 3.6, മറ്റത് 2 അല്ലെങ്കിൽ സോൾവ് ചെയ്യുക. അപ്പോൾ ആൻസർ നമുക്ക് 14.34 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മുടെ തൊട്ട് മുന്നത്തെ ടേബിൾ 3.2 നോക്കുക. ആ ടേബിളിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ഈ SAR ഉള്ള ഈ ഇറിഗേഷൻ വാട്ടർ സെക്കൻഡ് കാറ്റഗറിയിലാണ്, എന്ന് വെച്ചാൽ S2 എന്ന കാറ്റഗറി. S2 എന്ന കാറ്റഗറി എന്ന് പറഞ്ഞാൽ 10ന്റെയും 18ന്റെ ഇടയ്ക്കാണ് വാല്യൂ വരുന്നെങ്കിൽ, അപ്പോൾ ഇവിടെ 14 അല്ലേ വന്നിരിക്കുന്നത്, അപ്പോൾ അത് സെക്കൻഡ് S2 ക്ലാസ്സിലാണ്. മീഡിയം സോഡിയം വാട്ടർ എന്ന ക്ലാസിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ക്വസ്റ്റിനകത്ത് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയുടെ വാല്യൂ 180 വാല്യൂ എടുത്ത് തന്നിട്ടുണ്ട്. അല്ലെ നമ്മൾ സോൾവ് ചെയ്ത് നമുക്ക് ആദ്യം കാണിച്ച ഇക്വേഷനില്ല, അങ്ങനെ സോൾവ് ഒന്നും ചെയ്യേണ്ട, ക്വസ്റ്റിന് പറയുന്നുണ്ട് ആൻസർ. അപ്പം ഈസ്റ്റിന്റെ വാല്യൂ എത്ര, 180. അപ്പോൾ നമ്മൾ തൊട്ട് മുന്നത്തെ ടേബിൾ 3.1 പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് എത്രയാണ്, 100ന് 250യുടെ ഇടയ്ക്കാണെങ്കിൽ അതിൻ്റെ വാല്യൂ C1 എന്ന കാറ്റഗറി അല്ലെങ്കിൽ ലോ സലൈനിറ്റി വാട്ടർ എന്ന കാറ്റഗറിയിലാണ് വരുന്നത്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഇറിഗേഷൻ വാട്ടർ ഏതൊക്കെ ക്ലാസ്സസിൽ വരും, C1, ഇപ്പോൾ പറഞ്ഞ C1-S2 ക്ലാസ്. ഓക്കെ, C1-ഉം S2 ക്ലാസ്സിലുമാണ് ഈ പറയുന്ന ഇറിഗേഷൻ വാട്ടർ വരുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തു. ഇനിയും ടേബിൾ 3.2 നോക്കി അറിയാം, S2 ക്ലാസ്സിൽ വരുന്ന ഒരു ഇറിഗേഷൻ വാട്ടർ ആണെങ്കിൽ അതിന്റെ സ്യൂട്ടബിലിറ്റി ഒക്കെ എവിടെയാണ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഇത് ഫൈൻ ടെക്സ്റ്റേർഡ് സോയിൽ യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നാണ്. പറ്റത്തില്ല, കാര്യം ആ ഒരു ടേബിൾ നോക്കിയാൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക്. S2 കാറ്റഗറി എന്ന് പറഞ്ഞാൽ അത് കോഴ്സ് ഗ്രെയിൻഡ് അല്ലെങ്കിൽ കോഴ്സ് ആയിട്ടുള്ള സോയിലാണ് പറ്റത്തുള്ളൂ. അപ്പം ഫൈൻ സോയിൽ നോട്ട് സ്യൂട്ടബിൾ എന്ന് എഴുതാം. ഇനി അതുകൊണ്ട് ഉണ്ടാകുന്ന പ്രോബ്ലംസ് എന്ന് വെച്ചാൽ, ഒന്ന് സോയിൽ ഇംപെർമിബിൾ ആകും. കുറേ നാൾ ഈ ഒരു വാട്ടർ ഈ ഫൈൻ ഗ്രെയിനിൽ യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും ആ സോയിലിൽ പെർമിബിലിറ്റി അങ്ങ് കുറഞ്ഞു പോകും. പിന്നെ എന്താണ്, കുറച്ചുകൂടെ പ്ലാസ്റ്റിക് ആകും, സ്റ്റിക്കി ആകും. അതുപോലെ തന്നെ ക്ലൗഡ് ആകുമെന്ന് വെച്ചാൽ ഇങ്ങനെ വെള്ളമെല്ലാം കീറിയിട്ട് അത് ഒട്ടും വെള്ളം പാസ് ചെയ്യിക്കാൻ പറ്റാത്തൊരവസ്ഥയെത്തും. പിന്നെ എന്താണ്, ഡ്രൈ ആയിപ്പോവും ക്രസ്റ്റ് പോർഷൻസ്, pH ഓഫ് ദി സോയിൽ കൂടും, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇതൊക്കെയാണ് പ്രോബ്ലംസ്. ഇനി ഇതിന്റെ റെമഡിയൽ മെഷേഴ്സ് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ അത് എന്താണെന്ന് വെച്ചാൽ, സോഡിയത്തിന്റെ പ്രസൻസ് കൂടുതലുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പം സോഡിയത്തിന്റെ ആ ഒരു ഹസാർഡ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് പൗഡേർഡ് ആയിട്ടുള്ള ജിപ്സം ആഡ് ചെയ്യാം. ഓക്കെ, ഒന്നെങ്കിൽ വാട്ടറിനകത്തോട്ട് ഇറിഗേഷൻ വാട്ടറിൽ ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ സോയിലോട്ട് ഡയറക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ജിപ്സം എന്ന് പറഞ്ഞാൽ കാൽഷ്യം സൾഫേറ്റ് CaSO4. ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സോഡിയത്തിന്റെ എമൗണ്ട് ഇത് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം ആൻസർ ചെയ്യുന്നത്. ഇക്വേഷൻസ് ഒക്കെ അറിഞ്ഞു വെക്കുക, ടേബിളും അറിയാമെങ്കിൽ നമുക്ക് ഇതിങ്ങനത്തെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ഒരു പോർഷനാണ്, അതിൻ്റെ ജസ്റ്റ് തിയറി കാര്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പോൾ ഒന്ന്, ഡെപ്ത് ഓഫ് വാട്ടർ സ്റ്റോർഡ് ഇൻ റൂട്ട് സോൺ ആൻഡ് അവൈലബിൾ ടു പ്ലാന്റ്സ്. ഓക്കെ, അപ്പോൾ റൂട്ട് സോണിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന വാട്ടറിൻ്റെ ഡെപ്തും അതുപോലെ അതിനകത്ത് എന്തുമാത്രമാണ് പ്ലാന്റ്സിന് അവൈലബിൾ ആയിട്ടുള്ളത്, ഇതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഇൻ ഓർഡർ ടു എസ്റ്റിമേറ്റ് ദി ഡെപ്ത് ഓഫ് വാട്ടർ സ്റ്റോർഡ് ഇൻ ദി റൂട്ട് സോൺ ഓഫ് സോയിൽ കണ്ടെയ്നിങ് വാട്ടർ അപ് ടു ഫീൽഡ് കപ്പാസിറ്റി. ഓക്കെ, ഫീൽഡ് കപ്പാസിറ്റി വരെ വെള്ളമുള്ള സോയിലാണെങ്കിൽ അതിലെ റൂട്ട് സോണിൽ എന്തുമാത്രം വാട്ടർ സ്റ്റോർ ചെയ്തു എന്നുള്ളത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. അപ്പം ലെറ്റ് സ്മോൾ d ബി ദി ഡെപ്ത് ഓഫ് റൂട്ട് സോൺ. ഓക്കെ, അപ്പം സ്മോൾ d എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് റൂട്ട് സോൺ ആണ്. ഓക്കെ, അല്ലാതെ വാട്ടർ സ്റ്റോർഡ് അല്ല. റൂട്ട് സോണിന്റെ ഡെപ്ത് d ആണെങ്കിൽ, അത് മീറ്ററിലാണെങ്കിൽ, FC എന്ന് പറയുന്നത് ഫീൽഡ് കപ്പാസിറ്റി, അത് റേഷ്യോയിലാണ് പറയുന്നതെങ്കിൽ, ഗാമ d എന്ന് പറയുന്നത് ഡ്രൈ യൂണിറ്റ് വെയിറ്റ് ഓഫ് സോയിലും ഗാമ W എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടറും ആണ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ സോയിലിൽ ഒരു ഏരിയ എടുക്കുക, 1 സ്ക്വയർ മീറ്റർ ഉള്ള ഒരു ഏരിയ നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ, FC എന്ന് പറയുന്നത് വെയിറ്റ് ഓഫ് വാട്ടർ റീറ്റെയിൻഡ് ഇൻ യൂണിറ്റ് ഏരിയ ഡിവൈഡ് ബൈ വെയിറ്റ് ഓഫ് സോയിൽ ഓഫ് യൂണിറ്റ് ഏരിയ. ഓക്കെ, യൂണിറ്റ് ഏരിയയിൽ റീറ്റെയിൻ ചെയ്ത വാട്ടറിന്റെ വെയിറ്റ് ഡിവൈഡ് ബൈ സോയിലിന്റെ അത്രയും ഏരിയ എടുത്താലുള്ള സോയിലിന്റെ വെയിറ്റ്. ഓക്കെ, അപ്പം മേളത്തെ വാല്യൂ അതേപോലെ അങ്ങ് എഴുതുക, വെയിറ്റ് ഓഫ് വാട്ടർ റീറ്റെയിൻ ഇൻ യൂണിറ്റ് ഏരിയ ഡിവൈഡ് ബൈ വെയിറ്റ് ഓഫ് സോയിൽ എന്ന് പറയുന്നത് നമുക്ക് ഗാമ d അറിയാം, യൂണിറ്റ് വെയിറ്റ് അറിയാം, ഇൻറ്റു അവിടുത്തെ യൂണിറ്റ് ഏരിയ എത്രയാണ് 1, പിന്നെ അവിടുത്തെ ഡെപ്ത് സ്മോൾ d. അങ്ങനെ ഇക്വേഷൻ എഴുതുക. ഇതിൽ നിന്ന് നമുക്ക് യൂണിറ്റ് ഏരിയയുടെ വെയിറ്റ് ഓഫ് വാട്ടർ റീറ്റെയിൻ ഇൻ യൂണിറ്റ് ഏരിയ എന്ന് പറയുന്നത്
ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എഫ് സി ഇൻറ്റു ഗാമ ഡി ഇൻറ്റു സ്മോൾ ഡി എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത് വെയിറ്റ് ഓഫ് വാട്ടർ റീറ്റെയിൻഡ് ഇൻ യൂണിറ്റ് ഏരിയ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഡെപ്ത് ഓഫ് വാട്ടർ സ്റ്റോർഡ്, ആ ഒരു സ്മോൾ ഡി എന്ന റൂട്ട് സോണിന്റെ ഡെപ്തിൽ എന്തുമാത്രം വാട്ടർ സ്റ്റോർ ചെയ്തു അതിന്റെ ഡെപ്ത് എന്ന് പറയുന്നത് എഫ് സി ഇൻറ്റു ഗാമ ഡി ഇൻറ്റു സ്മോൾ ഡി ഡിവൈഡ് ബൈ ഗാമ ഡബ്ല്യു വെച്ച് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പം അങ്ങനെ കിട്ടുന്നതും മീറ്ററിലായിരിക്കും വാല്യൂ കിട്ടുന്നത്. ഓക്കെ, അപ്പം ആ വാല്യൂ വെച്ചിട്ട് ഈ ഇക്വേഷനാണ് നമുക്ക് എന്തുമാത്രം വാട്ടർ ആ റൂട്ട് സോണിൽ, എന്തുമാത്രം ഡെപ്ത് ഓഫ് വാട്ടർ റൂട്ട് സോണിൽ സ്റ്റോർ ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, ഈ ഒരു ഡെപ്തിൽ നിന്ന് കുറച്ച് എന്താണ് ഇവാപ്പോ ട്രാൻസ്പിറേഷനിൽ പോകും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവൈലബിൾ മോയ്സ്ചർ ഡെപ്ത് കുറേയൊക്കെ അങ്ങ് നമ്മൾ ഒഴിക്കുന്ന വാട്ടർ അല്ലെങ്കിൽ റൂട്ട് സോണിലുള്ള വെള്ളം ഫുള്ള് പ്ലാന്റ്സിന് കിട്ടുമോ? ഇല്ല, കുറച്ചൊക്കെ അങ്ങ് ഇവാപ്പോ ട്രാൻസ്പിറേഷൻ വരെ പോകും. അപ്പം നമുക്ക് ഇനി അടുത്തത് വേണ്ടത് അവൈലബിൾ മോയ്സ്ചർ ഡെപ്ത്, എന്തുമാത്രം വാട്ടറാണ് ആ ഒരു പ്ലാന്റിന് അവൈലബിൾ ആയിട്ട് വരുന്നത്, അതിന് DW എന്ന് പറയുവാണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ഇക്വേഷനാണ് ഗാമ ഡി ഇൻറ്റു സ്മോൾ ഡി ഡിവൈഡ് ബൈ ഗാമ ഡബ്ല്യു ഇൻറ്റു മറ്റടുത്ത് FC മാത്രമല്ലായിരുന്നു, ഇപ്പോൾ FC മൈനസ് വിൽട്ടിംഗ് കോഎഫിഷ്യന്റ്, മറ്റേ പെർമനന്റ് വിൽട്ടിംഗ് പോയിന്റ് ഒക്കെ നമ്മൾ പറഞ്ഞില്ല. അപ്പോൾ വിൽട്ടിംഗ് കോഎഫിഷ്യന്റ് വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ അത് FC നിന്ന് മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പം എന്താണ് DW ഈക്വൽ ടു SG എന്ന് പറയുന്നത് എന്താണ്? അപ്പാരന്റ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് വെച്ചാൽ ഗാമ ഡി ബൈ ഗാമ ഡബ്ല്യു ആണ്. അപ്പോൾ ആ ഒരു വാല്യൂ വരും SG കിട്ടുന്നേ ഉള്ളൂ, ഇൻറ്റു സ്മോൾ ഡി ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് FC മൈനസ് വിൽട്ടിംഗ് കോഎഫിഷ്യന്റ് WC കിട്ടും. ഓക്കെ, ഇനിയിപ്പം വിൽട്ടിംഗ് കോഎഫിഷ്യന്റ് വാല്യൂ ആണ് തന്നിരിക്കുന്നെങ്കിൽ നമുക്ക് ആ വിൽട്ടിംഗ് കോഎഫിഷ്യന്റ് എന്ന് പറഞ്ഞെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ ചിലപ്പം ഇറിഗേഷന് മുന്നേ ഉള്ള മോയിസ്റ്ററിന്റെ വാല്യൂ അങ്ങനെയൊക്കെ തരും. അതും അല്ല, അങ്ങനെ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നിരിക്കുന്നെങ്കിൽ FC മൈനസ് ആ വാല്യൂ മോയിസ്റ്റർ ബിഫോർ ഇറിഗേഷൻ ആ വാല്യൂ ആയിരിക്കും കൊടുക്കുന്നത്. ക്വസ്റ്റിനകത്ത് വിൽട്ടിംഗ് കോഎഫിഷ്യന്റ് തന്നിരിക്കുന്നെങ്കിൽ FC മൈനസ് വിൽട്ടിംഗ് കോഎഫിഷ്യന്റ് എഴുതിയിട്ട് വേണം വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. ഓക്കെ, പിന്നെ FC എന്ന് പറയുന്നത് വിൽട്ടിംഗ് ഫീൽഡ് കപ്പാസിറ്റി, WC എന്ന് പറഞ്ഞാൽ വിൽട്ടിംഗ് കോഎഫിഷ്യന്റ്, അതും റേഷ്യോയിലാണ്. ഇതെല്ലാം റേഷ്യോയിലാണ് പറയുന്നത്. ചിലപ്പോൾ ക്വസ്റ്റിനകത്ത് 8% എന്ന് പറയും രണ്ടും. ഇപ്പം WC യുടെ വാല്യൂ 8% എന്ന് പറഞ്ഞാൽ അത് പെർസെൻറ്റേജിലല്ല നമ്മൾ ഇക്വേഷനിൽ ഇടുമ്പം എഴുതേണ്ടത്. 8% എന്ന് പറയുമ്പോൾ റേഷ്യോ എത്രയാണ്? 0.08 എന്നല്ലേ. ഓക്കെ, റേഷ്യോയിൽ വേണം ഇടാം. ഈ WCയുടെ വാല്യൂ ആണെങ്കിലും FCയുടെ വാല്യൂ ആണെങ്കിലും. ഓക്കെ, അപ്പം നമുക്ക് പ്രോബ്ലം നോക്കാം. ഓക്കെ, നോക്കിയേ. എക്സാമ്പിൾ 3.2, ദ റൂട്ട് സോൺ ഓഫ് ആൻ ഇറിഗേഷൻ സോയിൽ ഹാസ് ഡ്രൈ വെയിറ്റ് തന്നിട്ടുണ്ട്, ഗാമ ഡി തന്നിട്ടുണ്ട്, ആൻഡ് എ ഫീൽഡ് കപ്പാസിറ്റി 30% എന്ന് വെച്ചാൽ FC എന്ന് വെച്ചാൽ എത്രയാ? 0.3. ദ റൂട്ട് സോൺ ഡെപ്ത് ഓഫ് എ സർട്ടൺ ക്രോപ്പ് ഹാവിംഗ് പെർമനന്റ് വിൽട്ടിംഗ് പെർസെൻറ്റേജ് അത് എത്രയാ? 8% എന്ന് വെച്ചാൽ 0.08 വാല്യൂ എന്നാണ് വാല്യൂ. അവിടുത്തെ അങ്ങനെയുള്ള സ്ഥലത്തെ റൂട്ട് സോണിന്റെ ഡെപ്ത് തന്നിട്ടുണ്ട് എത്രയാണ്? 0.8 മീറ്റർ എന്ന്. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമൈൻ ഡെപ്ത് ഓഫ് മോയ്സ്ചർ ഇൻ ദി റൂട്ട് സോൺ അറ്റ് ഫീൽഡ് കപ്പാസിറ്റി. അപ്പം ഫീൽഡ് കപ്പാസിറ്റിയിൽ ഇരിക്കുമ്പോൾ ഉള്ള വാട്ടറിന്റെ മോയ്സ്ചറിന്റെ ഡെപ്ത് റൂട്ട് സോണിന്റെ അവിടെ ഉള്ളത് അത് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഡെപ്ത് ഓഫ് മോയ്സ്ചർ ഇൻ ദി റൂട്ട് സോൺ അറ്റ് പെർമനന്റ് വിൽട്ടിംഗ് പോയിന്റ്. ഇനി വിൽട്ടിംഗ് പോയിന്റ് അവിടെ ഉണ്ടാവുകയാണെങ്കിലുള്ള ഡെപ്ത് ഓഫ് മോയ്സ്ചർ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ ഡെപ്ത് ഓഫ് വാട്ടർ അവൈലബിൾ അതും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം ആദ്യമേ ഡെപ്ത് ഓഫ് വാട്ടർ ഇൻ റൂട്ട് സോൺ അറ്റ് ഫീൽഡ് കപ്പാസിറ്റി. അപ്പം നമ്മളിവിടെ ക്വസ്റ്റിനകത്ത് ഇങ്ങനെ ഇന്ന ഡെപ്തിലുള്ള സോയിലിന്റെ റൂട്ട് സോണിന്റെ ഡെപ്ത് ഇത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ ക്വസ്റ്റ്യനിൽ ഡിറ്റർമൈൻ ഡെപ്ത് ഓഫ് മോയ്സ്ചർ ഇൻ ദി റൂട്ട് സോൺ അറ്റ് ഫീൽഡ് കപ്പാസിറ്റി അറ്റ് 0.8 മീറ്ററിൽ, ആ 0.8 മീറ്ററിലെ കണ്ടുപിടിക്കൂ എന്ന് പറയുന്നില്ല. ക്വസ്റ്റിനകത്ത് ഒരു D തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ആ 0.8 തന്നെ ഉള്ളത് കണ്ടുപിടിക്കാൻ പറയുന്നില്ല. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ഇവർ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഡെപ്ത് ഓഫ് വാട്ടർ ഇൻ റൂട്ട് സോൺ അറ്റ് ഫീൽഡ് കപ്പാസിറ്റി പെർ മീറ്റർ ഡെപ്ത് ഓഫ് സോയിൽ. അവർ പെർ മീറ്റർ ഡെപ്ത് ഓഫ് സോയിൽ ഉണ്ടെങ്കിൽ അവിടെയുള്ള വാട്ടറിന്റെ ഡെപ്ത് ആണ് ഇവർ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓക്കെ, സൊല്യൂഷൻ തന്നിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പം നമുക്ക് അങ്ങനെ നോക്കാം. പെർ മീറ്ററിലാണെങ്കിൽ അപ്പോൾ എന്താണ് നമ്മുടെ ഇക്വേഷൻ? എന്തായിരുന്നു? ഗാമ ഡി ബൈ ഗാമ ഡബ്ല്യു ഇൻറ്റു FC ഇൻറ്റു സ്മോൾ ഡി എന്നല്ലായിരുന്നു. അപ്പം നമ്മൾ ആ D ഇല്ല, അത് പെർ ഡെപ്ത് ആണ് ചെയ്യുന്നത്. അപ്പോൾ D ഇല്ല, ബാക്കി അപ്പം ഗാമ ഡി ഇൻറ്റു ഗാമ ഡബ്ല്യു ഇൻറ്റു FC ചെയ്യുക, വാല്യൂസ് കൊടുക്കുക. ഗാമ ഡിയുടെ വാല്യൂ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബിൽ തന്നെയാണ് വാല്യൂ ഇടുന്നത്. അപ്പം 15 ഡിവൈഡ് ബൈ ഗാമ ഡബ്ല്യു എന്ന് വെച്ചാൽ എന്താ? യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ. അതെന്ന് പറയുന്നാൽ 9.81 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് എന്നാണ്. അപ്പോൾ അവിടെ ഡിവൈഡ് ബൈ 9.81 ഇട്ടാൽ മതി. ഇൻറ്റു FCയുടെ വാല്യൂ എത്രയാണ്? 30% ഇൻറ്റു 0.3 ചെയ്യുക. അപ്പോൾ അത്രയും കിട്ടുമ്പോൾ നമുക്ക് എത്രയാ? 0.459 മീറ്റർ പെർ മീറ്റർ എന്ന് വരും. പെർ മീറ്റർ ഡെപ്തിലാണല്ലോ കണ്ടുപിടിക്കുന്നത്. അപ്പം നമുക്ക് വേണമെങ്കിൽ അതിനെ MM ആക്കി എഴുതാം.
ഓക്കെ, ഇനി അടുത്തത് എന്താണ്, ഫീൽഡ് കപ്പാസിറ്റി ഉള്ളത് കണ്ടുപിടിച്ചു. ഇനി പെർമനന്റ് വിൽട്ടിംഗ് പോയിന്റിലുള്ളത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ എന്താണ്, ജസ്റ്റ് ഒന്നുമില്ല, ആ എഫ് സിയുടെ വാല്യൂടെ അവിടെ ആ പെർമനന്റ് വിൽട്ടിംഗ് പോയിന്റിന്റെ ഒരു വാല്യൂ വന്നിട്ടില്ലായിരുന്നോ, അത് മൾട്ടിപ്ലൈ ചെയ്യുക. 15/9.81 ഇൻറ്റു 0.08. അപ്പോൾ അത്രയും മീറ്റർ പെർ മീറ്റർ എന്ന് കിട്ടും. അതിന് വേണമെങ്കിൽ mm/m എന്നുള്ള വാല്യൂ എഴുതാം. ഇനി അടുത്തത് സി എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ എന്താണ്, ഡെപ്ത് ഓഫ് വാട്ടർ അവൈലബിൾ. അത് നമ്മുടെ ലാസ്റ്റത്തെ ഇക്വേഷനിലായിരുന്നു മൈനസ് ചെയ്യുന്നത്. ഗാമ ഡി ഇൻറ്റു ഡി ബൈ ഗാമ ഡബ്ല്യു ഇൻറ്റു എഫ് സി മൈനസ്, ക്വസ്റ്റിനകത്ത് പെർമനന്റ് വിൽട്ടിംഗ് പോയിന്റ് തന്നിട്ടുണ്ട്, അപ്പം ആ മൈനസ് ചെയ്ത് ആ വാല്യൂ എഴുതുക. അപ്പം എത്രയാണ്, 0.3 മൈനസ് 0.08 ചെയ്യുക. ഇവിടെ ചെയ്യുമ്പോൾ നമ്മൾ സ്മോൾ ഡിയുടെ വാല്യൂ എടുത്തു. കാര്യം ഇവിടെ നമ്മൾ പെർ മീറ്റർ ഡെപ്ത് ഓഫ് സോയിൽ എടുത്ത് പറയുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്താ, ആ സ്മോൾ ഡിയുടെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് 0.8 എന്നുള്ളത്, അതെടുത്ത് അവർ അത്രയും എന്ന് കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ പെർ മീറ്റർ ഡെപ്ത് ഓഫ് സോയിൽ ചെയ്യുന്നില്ല, നമ്മളല്ലാതെ തന്നെ 0.8 ചെയ്യുവാണെങ്കിൽ തൊട്ട് മുന്നത്തെ എയും ബിയും നമുക്ക് ഇൻറ്റു സ്മോൾ ഡിയുടെ വാല്യൂണ് ചെയ്യാം. ഓക്കെ, അപ്പോൾ പെർ മീറ്റർ എന്ന് വരത്തില്ല എന്നേ ഉള്ളൂ. ഇനി അടുത്തത് എക്സാമ്പിൾ 3.3 പറയുന്നത്, ഓക്കെ ക്വസ്റ്റ്യൻ, ദ ഫീൽഡ് കപ്പാസിറ്റി ഓഫ് സോയിൽ തന്നിട്ടുണ്ട് 15% എന്ന് വെച്ചാൽ എഫ് സി എത്ര, 0.15. മോയിസ്ചർ കണ്ടന്റ് ഓഫ് സോയിൽ ബിഫോർ ഇറിഗേഷൻ തന്നിരിക്കുക. ഇവിടെ ഇറിഗേഷന് മുന്നേ ഉള്ള സോയിലിലെ മോയിസ്ചർ കണ്ടന്റ് തന്നിട്ടുണ്ട് എത്ര, 8% അല്ലെങ്കിൽ 0.08. ഓക്കെ, ഡിറ്റർമൈൻ ദി ഡെപ്ത് അപ് ടു വിച്ച് ദി സോയിൽ പ്രൊഫൈൽ വിൽ ബി വെറ്റഡ് വിത്ത് ആൻ ആപ്ലിക്കേഷൻ ഓഫ് 60 mm ഓഫ് വാട്ടർ. ഓക്കെ, അപ്പം ഇവിടെ ക്വസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ്, വാട്ടറിന്റെ ഡെപ്ത് ഇവിടുത്തെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എത്രയാ, 60 mm ഓഫ് വാട്ടർ. 60 mm ഓഫ് വാട്ടർ അവിടെ കൊടുക്കുന്നു എന്ന് ക്വസ്റ്റ്യൻ പറഞ്ഞു. ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്, സ്മോൾ ഡിയുടെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്, എന്തുമാത്രം സോയിലിൽ എന്തുമാത്രം ഡെപ്തിൽ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ ഡ്രൈ യൂണിറ്റ് വെയിറ്റ് 15.3 kN/m³ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ, ഗാമ ഡി ബൈ ഗാമ ഡബ്ല്യു നമുക്ക് കണ്ടുപിടിക്കാം. 15/9.81, അതൊരു ആൻസർ കിട്ടും. പിന്നെ ഡെപ്ത് ഓഫ് വാട്ടർ അപ്ലൈഡ് എന്ന് പറയുമ്പോൾ എത്രയാണ്, ആ ഡെപ്ത് ഓഫ് വാട്ടർ അപ്ലൈഡിൻ്റെ ഇക്വേഷൻ ഉണ്ടല്ലോ, ആപ്ലിക്കേഷൻ ഓഫ് 60 mm ഓഫ് വാട്ടർ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവൈലബിൾ മോയിസ്ചറിന്റെ വാല്യൂ ആണ്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂ ആണ് തന്നിരിക്കുന്നത്. അതെന്ന് വെച്ചാൽ ഇത്ര ഗാമ ഡി ഇൻറ്റു ഡി ഡിവൈഡ് ബൈ ഗാമ ഡബ്ല്യു ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് ഫീൽഡ് കപ്പാസിറ്റി മൈനസ് വിൽട്ടിംഗ് കോഎഫിഷ്യന്റ് എന്നല്ല നമ്മൾ പറഞ്ഞത്. ക്വസ്റ്റിനകത്ത് ഇപ്പം അങ്ങനെ എടുത്ത് പറയുന്നില്ല, ഇവിടെ ബിഫോർ ഇറിഗേഷനുള്ള വാട്ടറിന്റെ വാല്യൂ തന്നിരിക്കുന്നത്, അപ്പം അതെടുത്താൽ മതി. അപ്പം എത്രയാണ്, അവിടെ സ്മോൾ ഡി മാത്രമേ ഉള്ളൂ അറിയാത്തത്, ബാക്കി എല്ലാം അറിയാം. അതെല്ലാം ചെയ്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ആൻസർ 550 mm എന്ന് കിട്ടും. റൗണ്ട് ചെയ്ത് എഴുതുക. ഓക്കെ, മീറ്റർ ലൈൻ കിട്ടുന്നത് അതിനെ റൗണ്ട് ചെയ്തെടുക്കുക. ഓക്കെ, അടുത്തത് എക്സാമ്പിൾ 3.4, ദ ഫീൽഡ് കപ്പാസിറ്റി ഓഫ് എ സർട്ടൺ സോയിൽ ഇസ് 20%. ഓക്കെ, എഫ് സിയുടെ വാല്യൂ വന്നിട്ടുണ്ട്. അപ്പാരന്റ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് വെച്ചാൽ ഏതാ, SG അല്ലെങ്കിൽ ഗാമ ഡി ബൈ ഗാമ ഡബ്ല്യുവിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ബിഫോർ അപ്ലൈയിങ് ഇറിഗേഷൻ വാട്ടർ എ വെറ്റ് സാമ്പിൾ ഓഫ് സോയിൽ വാസ് ടേക്കൻ. ഓക്കെ, ഇറിഗേഷൻ വാട്ടർ കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ അവിടെ നിന്ന് സോയിൽ സാമ്പിൾ കുറച്ചെടുത്തു, 150 gram എന്ന് കിട്ടി. വെള്ളത്തിന് പ്രസൻസ് ഉള്ളപ്പോൾ ഉള്ള ആ സോയിലിലെ വെയിറ്റ് കിട്ടി. ഇനി ആ ഒരു സാമ്പിള് നമ്മൾ ഓവൻ ഡ്രൈ ചെയ്ത് കഴിഞ്ഞപ്പം എടുത്തു കഴിഞ്ഞപ്പം വെയിറ്റ് കുറച്ചുകൂടെ കുറയുമല്ലോ, 136 gram ആയി. ഡിറ്റർമൈൻ ദി ഡെപ്ത് ഓഫ് വാട്ടർ ദാറ്റ് മസ്റ്റ് ബി അപ്ലൈ ടു ഇറിഗേറ്റ് ദി സോയിൽ ടു എ ഡെപ്ത് ഓഫ് 0.9 meter. അപ്പം സോയിലിന്റെ ഡെപ്ത് 0.9 meter എന്ന് പറയുന്നുണ്ട്. എന്തുമാത്രം വാട്ടറിന്റെ ഡെപ്ത് കൊടുക്കണം എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ഗാമ ഡി ബൈ ഗാമ ഡബ്ല്യു തന്നിട്ടുണ്ട്. ഇനി അടുത്തത് മോയിസ്ചർ കണ്ടന്റ് ബിഫോർ ഇറിഗേഷൻ, ആ ഒരു വാല്യൂ നമുക്ക് വേണം, ആ ഒരു പെർസെൻറ്റേജിലുള്ള വാല്യൂ നമുക്ക് വേണം. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്, നമുക്ക് വെയിറ്റ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ 150 മൈനസ് 136 ഡിവൈഡ് ബൈ എത്രയാണ് പുതിയ വെയിറ്റ് എത്ര, 136 ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് 10.29 കിട്ടും. അതാണ് എന്ത്, നമ്മുടെ ബിഫോർ ഇറിഗേഷനുള്ള മോയിസ്ചർ കണ്ടന്റ്. തൊട്ട് മുന്നേ ചെയ്തില്ലേ, അപ്പോൾ തൊട്ട് മുന്നത്തിനകത്ത് ആ വാല്യൂ തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇപ്പം അങ്ങനെയല്ല, വെയിറ്റ് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് ആ ബിഫോർ ഇറിഗേഷനുള്ള മോയിസ്ചർ കണ്ടുപിടിച്ചു. ഇനി എന്താ, സിമ്പിൾ അല്ലേ, ആ ഡെപ്ത് ഓഫ് വാട്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഴുതുക, ഗാമ ഡി ബൈ ഗാമ ഡബ്ല്യു അല്ലെങ്കിൽ SG ഇൻറ്റു സ്മോൾ ഡി ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് FC മൈനസ് മോയിസ്ചർ കണ്ടന്റ് ബിഫോർ ഇറിഗേഷൻ. ബാക്കിയെല്ലാം തന്നിട്ടുണ്ട്. FCയുടെ വാല്യൂ 0.2 അല്ലെങ്കിൽ 20% തന്നിട്ടുണ്ട്. വാല്യൂ ചെയ്യുക, മീറ്ററിൽ കിട്ടും, MM-ലാക്കുക. ഓക്കെ, സിമ്പിൾ അല്ലേ. അടുത്തത് എക്സാമ്പിൾ 3.5, ഫൈൻഡ് ദി ഫീൽഡ് കപ്പാസിറ്റി ഓഫ് എ സോയിൽ ഫോർ ദി ഫോളോയിങ് ഡാറ്റ. FC കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. കുറച്ച് ഡാറ്റാസ് തന്നിട്ടുണ്ട്. റൂട്ട് സോണിന് ഡെപ്ത് 2 meter, എക്സിസ്റ്റിംഗ് വാട്ടർ കണ്ടന്റ് 5%, ഡ്രൈ ഡെൻസിറ്റി ഓഫ് സോയിൽ തന്നിട്ടുണ്ട്, വാട്ടർ അപ്ലൈഡ് ടു ദി സോയിൽ തന്നിട്ടുണ്ട്, എത്ര വോളിയം ആണെന്നുള്ളത്.
വാട്ടർ ലോസ് ഡ്യൂ ടു ഇവാപ്രേഷൻ ആൻഡ് ഡീപെർക്കുലേഷൻ 10% ലോസ് ആകുമെന്ന് പറഞ്ഞു. മൊത്തത്തിലുള്ള ഏരിയ ഓഫ് ദി പ്ലോട്ട് 1000 സ്ക്വയർ മീറ്റർ ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ ടോട്ടൽ എന്തുമാത്രം വെള്ളം അപ്ലൈ ചെയ്തു? 500 മീറ്റർ ക്യൂബ്. ഓക്കെ, ഇതിലെ ലോസ് ഓഫ് വാട്ടർ എത്ര? 10% ലോസ് ആയി. അപ്പോൾ ശരിക്കും സോയിൽ യൂസ് ചെയ്ത വാട്ടറിൻ്റെ വാല്യൂ എത്രയാണ്? 500 ഇൻറ്റു ബാക്കി 90% അതിന് കിട്ടുന്നുള്ളൂ. 500 ഇൻറ്റു 90/100 ചെയ്യുമ്പോൾ നമുക്ക് 450 മീറ്റർ ക്യൂബ്. ഇത്രയാണ് സോയിൽ യൂസ് ചെയ്ത വാട്ടർ. അപ്ലൈ ചെയ്തത് 500 ആണെങ്കിലും അതിൽ 450 മാത്രമേ സോയിലിന് കിട്ടിയുള്ളൂ. ഇനി അടുത്തത് വെയിറ്റ് ഓഫ് വാട്ടർ യൂസ്ഡ്. ഇത് മാത്രം വെയിറ്റ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഇപ്പം തന്നിരിക്കുന്ന എത്രയാണ്? 450 അല്ലേ? അത് ഇൻറ്റു യൂണിറ്റ് വെയിറ്റ് ചെയ്താൽ പോലെ 9.81 ചെയ്യുമ്പോൾ നമുക്ക് അത്രയും കിലോ ന്യൂട്ടൺ കിട്ടും. ഇനിയും ടോട്ടൽ ഡ്രൈ വെയിറ്റ് ഓഫ് സോയിൽ. സോയിലിൻ്റെ ഡ്രൈ വെയിറ്റ് എന്ന് പറഞ്ഞാൽ മൊത്തത്തിലുള്ള ഏരിയ എത്രയാണ്? 1000 ഇൻറ്റു അവിടുത്തെ റൂട്ട് സോണിൻ്റെ ഡെപ്ത് എന്ന് പറയുമ്പോൾ ഇൻറ്റു 2 ഇൻറ്റു അവിടുത്തെ ഡ്രൈ ഡെൻസിറ്റി ഓഫ് സോയിൽ വന്നിട്ടുണ്ട് 15. അത് ചെയ്യുമ്പോൾ അത്രയും കിലോ ന്യൂട്ടൺ കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പെർസെൻറ്റേജ് ഓഫ് വാട്ടർ ആഡഡ് അല്ലെങ്കിൽ ഇറിഗേഷന് വേണ്ടി എന്തുമാത്രം വെള്ളം ആഡ് ചെയ്തു എന്നുള്ളത് കണ്ടുപിടിക്കാമല്ലോ. വെയിറ്റ് ഓഫ് വാട്ടർ യൂസ്ഡ് ഡിവൈഡ് ബൈ ഡ്രൈ വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 14.72% കിട്ടി. ഓക്കെ, അപ്പോൾ ശരിക്കും അവിടെ 5% എക്സിസ്റ്റിംഗ് വാട്ടർ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നമ്മൾ ഇത്രയും വാട്ടറും കൂടെ ആഡ് ചെയ്തു, ഇത്രയും പെർസെൻറ്റേജും കൂടെ. ആ കിട്ടുന്നതാണ് അവിടുത്തെ ഫീൽഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ആ രണ്ടും കൂടെ ആഡ് ചെയ്ത് കിട്ടുമ്പോൾ, കാരണം അതാണല്ലോ അവിടുത്തെ ആ ഒരു സോയിലിൽ എടുക്കാൻ പറ്റിയ വാട്ടർ ആണല്ലോ. ഫീൽഡ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? വാട്ടർ വിച്ച് ക്യാൻ ബി അബ്സോർബ്ഡ് ബൈ എ സോയിൽ, അതിൻ്റെ ഒരു മാക്സിമം വാല്യൂ ആണല്ലോ. അപ്പം നേരത്തെ 5% ഉണ്ടായിരുന്നു, പിന്നെ ഇത്രയും കാൽക്കുലേഷൻ ചെയ്ത് കഴിയുമ്പോൾ ഇത്രയും പെർസെൻറ്റേജ് ഓഫ് വാട്ടർ ആഡ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അതിനോട് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് അവിടുത്തെ ഫീൽഡ് കപ്പാസിറ്റി. ഓക്കെ, അടുത്ത് നോക്കിയേ എക്സാമ്പിൾ 3.6. എ ലോം സോയിൽ ഹാസ് ഫീൽഡ് കപ്പാസിറ്റി ഓഫ് 22% ആൻഡ് വിൽട്ടിംഗ് കോഎഫിഷ്യന്റ് വന്നിട്ടുണ്ട് 10%. അപ്പോൾ FC ഉണ്ട്, വിൽട്ടിംഗ് കോഎഫിഷ്യന്റ് WC ഉണ്ട്, ഡ്രൈ യൂണിറ്റ് വെയിറ്റ് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ 9.81 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് എന്ന് എഴുതാം. അതുപോലെ തന്നെ റൂട്ട് സോണിന്റെ ഡെപ്ത് തന്നിരിക്കുന്നത് 70 സെന്റിമീറ്റർ എന്നാണ്. ഡിറ്റർമൈൻ ദി സ്റ്റോറേജ് കപ്പാസിറ്റി ഓഫ് സോയിൽ. സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ആ അവൈലബിൾ മോയ്സ്ചറിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ എന്നാണ് അർത്ഥമാക്കുന്നത്, അത് കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ ഇറിഗേഷൻ വാട്ടർ ഇസ് അപ്ലൈഡ് വെൻ മോയ്സ്ചർ കണ്ടന്റ് ഫോൾസ് ടു 40%. അതുപോലെ തന്നെ മോയ്സ്ചർ കണ്ടന്റ് 40% കുറയുമ്പോഴാണ് വെള്ളം അപ്ലൈ ചെയ്തതെന്ന് പറഞ്ഞു. പിന്നെ വാട്ടർ ആപ്ലിക്കേഷൻ എഫിഷ്യൻസിയുടെ വാല്യൂ 75% തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമൈൻ ദി വാട്ടർ ഡെപ്ത് റിക്വയർഡ് ടു ബി അപ്ലൈഡ് ഇൻ ദി ഫീൽഡ്. ഇത്രയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ആദ്യം പറഞ്ഞിരിക്കുന്നത് മാക്സിമം സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് വെച്ചാൽ അവൈലബിൾ മോയ്സ്ചറിനുള്ള വാല്യൂ കണ്ടുപിടിക്കുക. അത് ഗാമ ഡി ഇൻറ്റു ഡി ഡിവൈഡ് ബൈ ഗാമ W FC മൈനസ് WC ആ വാല്യൂ ചെയ്യുക. ഇവിടെ സ്മോൾ ഡിയുടെ വാല്യൂ 0.7, കാരണം 70 സെൻറ്റിമീറ്റർ എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മീറ്ററിലാണ് കണ്ടുപിടിക്കുന്നത്. അപ്പം 0.7 ആക്കി അങ്ങനെ വാല്യൂ കണ്ടുപിടിക്കുക. സെൻറ്റിമീറ്ററിലാണെങ്കിൽ സെൻറ്റിമീറ്ററിൽ വാല്യൂ കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ അടുത്തത് ഡെപ്ത് ഓഫ് ഇറിഗേഷൻ വാട്ടർ. സെയിം തന്നെ ഡെപ്ത് ഓഫ് ഇറിഗേഷൻ വാട്ടർ തന്നെ ആ അവൈലബിൾ മോയ്സ്ചറിൻ്റെ അതേ വാല്യൂ തന്നെ. അവിടെ നമ്മൾ വിൽട്ടിംഗ് കോഎഫിഷ്യൻറ്റിന് വാല്യൂ നമ്മൾ 0.10 എന്ന് എഴുതിയില്ലേ. പിന്നെ അടുത്ത വന്നിട്ടുണ്ട് മോയ്സ്ചർ കണ്ടന്റ് ഫോൾ ചെയ്തൊരു വാല്യൂ, അതാണ് അടുത്ത W ആയിട്ട് എടുത്തിരിക്കുന്നത് 0.14. അവിടത്തെയും വാല്യൂ കണ്ടുപിടിക്കുക, അതാണ് നമുക്ക് വേണ്ടത്. ഇനി ഫീൽഡ് ഇറിഗേഷൻ റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഈ കിട്ടിയ വാല്യൂ 86 mm എന്നുള്ള വാല്യൂ ഡിവൈഡ് ബൈ 75% അല്ലേ വാട്ടർ ആപ്ലിക്കേഷൻ എഫിഷ്യൻസി പറയുന്നത്, ഡിവൈഡ് ബൈ 0.75 ചെയ്യുമ്പോൾ 115 mm എന്ന് കിട്ടും. അതാണ് അവിടുത്തെ ഫീൽഡ് ഇറിഗേഷൻ റിക്വയർമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എക്സാമ്പിൾ 3.4 പറയുന്നത് after how many days will you supply water to soil in order to ensure efficient irrigation of the given crop if ഇന്ന വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ എന്തുമാത്രം ഡേയ്സ് കൂടുമ്പോഴാണ് നമ്മൾ ഇറിഗേഷൻ ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം FCയുടെ വാല്യൂ പറയുന്നുണ്ട്, വിൽട്ടിംഗ് പോയിന്റിന്റെ വാല്യൂ വന്നിട്ടുണ്ട്, ഡ്രൈ ഡെൻസിറ്റി ഓഫ് സോയിൽ വന്നിട്ടുണ്ട്, എഫക്റ്റീവ് ഡെപ്ത് ഓഫ് റൂട്ട് സോൺ പറയുന്നുണ്ട്, ഡെയിലി കൺസെപ്റ്റീവ് യൂസ് ഓഫ് വാട്ടർ പറഞ്ഞിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അവൈലബിൾ മോയ്സ്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഫീൽഡ് കപ്പാസിറ്റി മൈനസ് പെർമനന്റ് വിൽട്ടിംഗ് പോയിന്റ് തന്നിട്ടുണ്ട്. 27 മൈനസ് 14 ചെയ്യുമ്പം 13% കിട്ടും. ഇനി ഇതിൽ റെഡ്ലി അവൈലബിൾ നമുക്ക് ഉടനെ അവൈലബിൾ ആയിട്ടുള്ള മോയ്സ്ചർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ 80% ആണെന്ന് വിചാരിക്കാം. അപ്പം എന്താണ് റെഡ്ലി അവൈലബിൾ മോയ്സ്ചർ എന്ന് പറയുമ്പോൾ 13 നേരത്തെ ആ അവൈലബിൾ മോയ്സ്ചറിന്റെ 80%, 13ന്റെ 0.8 ചെയ്യുക, ഒരു വാല്യൂ കിട്ടും. ഓക്കെ, ഇനി MO എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫീൽഡ് കപ്പാസിറ്റി ഇല്ലേ അതിൻ്റെ ലോവർ ലിമിറ്റാണ്. എന്ന് വെച്ചാൽ ഇതിൽ നിന്നാണ് ഫീൽഡ് കപ്പാസിറ്റിയിലൂടെ എത്തുന്നത്, ഏറ്റവും ചെറിയ ലിമിറ്റാണ്.
അപ്പോൾ ഏറ്റവും തുടക്കത്തിലുള്ള ലിമിറ്റാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കുന്നത് നമുക്ക് ഫീൽഡ് കപ്പാസിറ്റി എത്രയാണ് പറയുന്നത് 27 മൈനസ് ഈ റെഡ്ലി അവൈലബിൾ ചെയ്യുമ്പോൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 16.6% കിട്ടും. ഇതാണ് അവിടുത്തെ MO അല്ലെങ്കിൽ ലോവർ ലിമിറ്റ് ഓഫ് ഫീൽഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും കിട്ടിയേ. അപ്പം നോക്കിയാൽ അടുത്ത ലൈനിൽ നോക്കിയേ. ഹെൻസ് വെൻ ഇറിഗേഷൻ വാട്ടർ ഈസ് അപ്ലൈഡ് മോയിസ്ചർ ഈസ് റേസ്ഡ് ഫ്രം ഇപ്പം 16.67 നിന്ന് അത് 27 എത്തുമായിരുന്നു വെള്ളം അപ്ലൈ ചെയ്തപ്പോഴേക്കും. അങ്ങനെയാണെങ്കിൽ ഡെപ്ത് ഓഫ് വാട്ടർ സ്റ്റോർഡ് ഇൻ റൂട്ട് സോൺ ഡ്യൂറിങ് ഈച്ച് വാട്ടറിങ്. ഓക്കെ, ഈച്ച് വാട്ടറിങ്ങിൽ ഡെപ്ത് ആ റൂട്ട് സോണിൽ സ്റ്റോർ ചെയ്ത വാട്ടറിന്റെ ഡെപ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സെയിം നമ്മുടെ മറ്റേ ഇക്വേഷൻ മൈനസ് വിൽട്ടിംഗ് പോയിന്റിന്റെ അവിടെ MOയിൽ കിട്ടിയില്ലേ, ആ വാല്യൂ ആണ് ഇട്ടിരിക്കുന്നത്. അതൊരു ഇക്വേഷൻ ആണ് കേട്ടോ. ഓരോ വാട്ടറിങ്ങിലുള്ള ഡെപ്ത് ഓഫ് വാട്ടർ സ്റ്റോർഡ് ഇൻ റൂട്ട് സോൺ എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണ് ഗാമ ഡി ഡിവൈഡ് ബൈ ഗാമ ഡബ്ല്യു ഇൻറ്റു ഡി ബ്രാക്കറ്റിനകത്ത് ഫീൽഡ് കപ്പാസിറ്റി മൈനസ് MO എന്ന വാല്യൂ എല്ലാം തന്നിട്ടുണ്ട്. സ്മോൾ ഡിയുടെ വാല്യൂ തന്നിട്ടുണ്ട്, എല്ലാം തന്നിട്ടുണ്ട്. 0.75 എന്നാണ്. നമുക്ക് DW കിട്ടും. ഓക്കെ, അതിനെ നമുക്ക് ഇനിയും എന്നിട്ട് ഡെയിലി കൺസെപ്റ്റ് യൂസ് ഓഫ് വാട്ടർ തന്നിട്ടുണ്ട്. ഡെയിലി അവർ യൂസ് ചെയ്യുന്ന വാട്ടർ തന്നിട്ടുണ്ട്. മൊത്തത്തിൽ ഡെപ്ത് ഓഫ് വാട്ടർ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തുമാത്രം ഡേയ്സ് കൂടുമ്പോൾ വെള്ളം അപ്ലൈ ചെയ്യണം എന്നാണല്ലോ ക്വസ്റ്റ്യൻ. അപ്പം വാട്ടറിങ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് DWന്റെ വാല്യൂ ഡിവൈഡ് ബൈ കൺസെപ്റ്റ് യൂസ് ചെയ്യുമ്പം ഇത്രയും ഡേയ്സിന് കിട്ടും. ഓക്കെ, അപ്പം അത്രയും വാട്ടർ ഷുഡ് ബി അപ്ലൈഡ് ആഫ്റ്റർ എവറി 10 days. ഓക്കെ, അപ്പം ഇങ്ങനത്തെ പ്രോബ്ലംസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ നോക്കിയിട്ട് പോവാം. നമ്മൾ ആദ്യമായിട്ട് കാണുന്നതായിട്ട് തോന്നുന്നുണ്ടല്ലോ. അപ്പം 3-4 പ്രാവശ്യം നോക്കി കഴിയുമ്പോൾ കാര്യം മനസ്സിലാവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ആൻ ഇറിഗേഷൻ ഫീൽഡ് 40 meter wide to 50 meter long has soil which has apparent specific gravity. അപ്പാരന്റ് സ്പെസിഫിക് ഗ്രാവിറ്റി ഗാമ ഡി ബൈ ഗാമ ഡബ്ല്യൂന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഡയറക്റ്റ് FC വാല്യൂ തന്നിട്ടുണ്ട്. പിന്നെ ഒരു സോയിലിൻ്റെ അവിടുത്തെ ഇറിഗേഷൻ ഫീൽഡിന്റെ ഡെപ്തും എന്തുമാത്രം വൈഡ് ആണെന്നുള്ളത് എന്തുമാത്രം ലോങ് ആണെന്നുള്ള കാര്യവും തന്നിട്ടുണ്ട്. ഡെപ്ത് ഓഫ് റൂട്ട് സോൺ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇഫ് ദി ഇറിഗേഷൻ ഇസ് സ്റ്റാർട്ടഡ് വെൻ 70% ഓഫ് ദി അവൈലബിൾ മോയ്സ്ചർ ഹാസ് ബീൻ യൂസ്ഡ്. അപ്പം അവിടെ ഇറിഗേഷൻ സ്റ്റാർട്ട് ചെയ്തത് അവിടെ അവൈലബിൾ ആയിട്ടുള്ള മോയ്സ്ചറിന്റെ 70% യൂസ് ചെയ്തു, ഇനി ബാക്കി 30% ഉള്ളൂ. ആ ഒരു അവസ്ഥയിലാണ് പിന്നെയും ഇറിഗേഷൻ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കേണ്ടത് നെറ്റ് ഡെപ്ത് ഓഫ് വാട്ടർ റിക്വയർഡ്, ടൈം റിക്വയർഡ് ടു ഇറിഗേറ്റ് ദി ഫീൽഡ് ഇഫ് ദ ഡിസ്ചാർജ് ഇൻ ദി ഫീൽഡ് ചാനൽ ഇസ് 20 liters per second. അപ്പം നെറ്റ് ഇറിഗേഷൻ വാട്ടർ എന്തുമാത്രം ഡെപ്ത് വേണം എന്നുള്ളതും 20 liters per second വാട്ടർ അവിടെ ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ അത് ഇറിഗേറ്റ് ചെയ്യാൻ എന്തുമാത്രം, അത്രയും വെള്ളം വെച്ച് എന്തുമാത്രം ഇറിഗേറ്റ് ചെയ്യാം, അത് ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ FC തന്നിട്ടുണ്ട്, SG തന്നിട്ടുണ്ട്, D തന്നിട്ടുണ്ട്. അപ്പം മോയ്സ്ചർ കണ്ടന്റ് ബിഫോർ എന്തുമാത്രം സ്റ്റാർട്ട് ചെയ്തതിന് മുന്നേ എന്തുമാത്രമായിരുന്നു മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? FCയുടെ വാല്യൂ ഉണ്ട്. അപ്പോൾ അതിലെ 70% യൂസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ബാക്കി 30% ഉള്ളു. അപ്പോൾ 0.3 × 0.22 ചെയ്യുമ്പോൾ 0.066 കിട്ടും. അതാണ് അവിടുത്തെ മോയ്സ്ചർ കണ്ടന്റ് ബിഫോർ ദി സ്റ്റാർട്ട് ഓഫ് ഇറിഗേഷൻ. ഇനി എന്താ നമ്മുടെ ഇക്വേഷനിലെ DWയുടെ ഇക്വേഷൻ, DW = SG × സ്മോൾ d × ബ്രാക്കറ്റിനകത്ത് FC മൈനസ് ഇപ്പം കണ്ടുപിടിച്ച എമ്മിൻ്റെ വാല്യൂ. അപ്പോൾ അത്രയും MM എന്ന് കിട്ടും. ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നെറ്റ് ഡെപ്ത് ഓഫ് ഇറിഗേഷൻ വാട്ടർ റിക്വയർഡ്. ഇനി ഡിസ്ചാർജ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 20 liters per second, അതിനെ m³ per hour ആക്കുക. ഇനി 20 × 10⁻³ × 3600 ചെയ്യുമ്പോൾ നമുക്ക് അത്രയും 72 m³ per hour കിട്ടി. നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, ആ ഇക്വേഷൻ പഠിക്കണം. സ്മോൾ t = അല്ലെങ്കിൽ ആ ടൈം കണ്ടുപിടിക്കാനുള്ളതാണ്. സ്മോൾ t = A × DW / Q. പേ തന്നിട്ടുണ്ടല്ലോ, ഏരിയ തന്നിട്ടുണ്ട് 40 meter വൈഡും 250 meter ലോങ്ങുമാണ്. 40 × 250 × DW ഇപ്പോൾ കണ്ടുപിടിച്ചു. മീറ്ററിലുള്ള വാല്യൂ എടുക്കണേ. ഡിവൈഡ് ബൈ m³ per hour നമ്മൾ ഡിസ്ചാർജ് കണ്ടുപിടിച്ചു 72. അത് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്ന അത്രയും അവേഴ്സ് എന്നായിരിക്കും. അപ്പോൾ 20 hours എന്നാണ് ഈ ക്വസ്റ്റിന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ സ്മോൾ ടിയുടെ ഇക്വേഷൻ പഠിക്കണം, ബാക്കിയെല്ലാം സെയിം ആണ്. ഓക്കെ, അപ്പോൾ A എന്ന് പറയുന്നത് അവിടെ ഏരിയ ഓഫ് ദി ഇറിഗേഷൻ ഫീൽഡും Q എന്ന് പറയുന്നത് ഡിസ്ചാർജ് ഇൻ ദി ഫീൽഡ് ചാനലുമാണ്. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഇനി അടുത്ത എക്സാമ്പിൾ 3.9. ഓക്കെ, അത് നമ്മുടെ മറ്റേ ഡ്യൂട്ടി ഡെൽറ്റ അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ്. എനിക്ക് നമ്മളിത് പറഞ്ഞു പോയതായിരിക്കും, ഞാൻ എന്നാലും ഒന്നുകൂടെ കണ്ടപ്പോൾ അങ്ങ് വെച്ചതേ ഉള്ളൂ. ഫൈൻഡ് ദി ഡെൽറ്റ ഫോർ എ ക്രോപ്പ് ഇഫ് ദി ഡ്യൂട്ടി ഫോർ എ ബേസ് പീരിയഡ് ഓഫ് 110 days. ബേസ് പീരിയഡ് B തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഡ്യൂട്ടി തന്നിട്ടുണ്ട് 1400 hectares per cubic എന്നുള്ളത്. അങ്ങനെയാണ് ഡെൽറ്റ കണ്ടുപിടിക്കുക. ഇക്വേഷൻ ഉണ്ടല്ലോ 8.64 × B/D. അവിടെ 8.64 × 110 / 1400 meters ചെയ്യുമ്പോൾ അത്രയും മീറ്ററിൽ കിട്ടും, വേണേൽ സെൻറ്റിമീറ്ററിലാക്കാം.
ഓക്കെ, ഇനി അടുത്ത 3.10 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ എ ക്രോപ്പ് റിക്വേഴ്സ് ടോട്ടൽ ഡെപ്ത് ഓഫ് 92 സെൻറ്റിമീറ്റർ ഓഫ് വാട്ടർ ഫോർ എ ബേസ് പീരീഡ്. ബി തന്നിട്ടുണ്ട്, ഡെപ്ത് ഓഫ് വാട്ടർ ഡെൽറ്റ തന്നിട്ടുണ്ട്. അപ്പോൾ ഡ്യൂട്ടി കണ്ടുപിടിക്കാൻ ഇക്വേഷൻ സെയിം ഇക്വേഷൻ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, അത്രയും ഹെക്ടേഴ്സ് പെർ ക്യൂമക്ക് എന്ന് കിട്ടും. ഓക്കെ, സെൻറ്റിമീറ്ററിലാണ് ഇവിടെ ഡെപ്ത് തന്നിരിക്കുന്നത്, പക്ഷെ നമുക്കത് മീറ്ററിലാക്കണം, എന്നാലേ നമുക്ക് ഹെക്ടേഴ്സ് പെർ ക്യൂമക്കിലാക്കാൻ പറ്റത്തുള്ളൂ. അതാക്കിയിട്ട് ആ വാല്യൂ വേണം ഇട്ട് കൊടുക്കാൻ. ഓക്കെ, അപ്പം ഇന്ന് ഇത്രയും പ്രോബ്ലംസ് നോക്കാം. 2-3 പ്രാവശ്യം വീഡിയോ കേൾക്കുക കേട്ടോ, അപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. എന്നിട്ട് അത് നോട്ട്ബുക്കിൽ ഇതെല്ലാം സോൾവ് ചെയ്യണം. ഓക്കെ, ടെക്സ്റ്റ് ബുക്ക് ഉള്ളവരാണെങ്കിൽ, പുന്മയ ടെസ്റ്റ് ഉള്ളവരാണെങ്കിൽ പിന്നെ എല്ലാം ഒന്ന് സോൾവ് ചെയ്തില്ല, മെയിൻ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിലൊരു ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു 5 പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് തോന്നിയ പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ട് അത് വേണം ഇന്ന് അപ്ലോഡ് ചെയ്യാൻ. ഞാൻ ഇന്ന പ്രോബ്ലം ചെയ്യാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന പ്രോബ്ലംസ് ഇല്ല. ഞാൻ 10 എണ്ണം പറഞ്ഞു. ഞാൻ എക്സാമ്പിൾ 3.1 തൊട്ട് 3.10 വരെ പറഞ്ഞു. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ 5 എണ്ണം അപ്ലോഡ് ചെയ്യുക. ഓക്കെ, നോട്ട്ബുക്കിൽ എഴുതുക.